നമസ്കാരം. ഒരു അഭ്യർത്ഥനയാണ് ഇവിടെ. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഹിന്ദുധർമ്മം അനുശാസിക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. ഇന്ന് റെസിഡൻസ് അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ഈ റെസിഡൻസ് അസോസിയേഷനെ കൊണ്ട് നമുക്ക് വലിയൊരു നേട്ടം നമുക്ക് നേടാം. ഈ വരുന്ന വേനൽ അവധിക്കാല സമയം ഒരു ചെറിയ ക്ലാസ് സംഘടിപ്പിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, ആയിരക്കണക്കിന് റെസിഡൻസ് അസോസിയേഷൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. എല്ലാ റെസിഡൻസ് അസോസിയേഷനും അവരവരുടെ പ്രദേശത്തിലുള്ള ഒരു ആചാര്യനെ കണ്ടെത്തി ഒരു ചെറിയ നാമജപത്തിൻ്റെ ക്ലാസ്, കുറച്ച് നല്ല കാര്യങ്ങൾ ശീലിപ്പിക്കുവാനാവും. 2 മാസം കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ കുറച്ച് ശ്ലോകങ്ങളും കുറച്ച് ഭഗവത്ഗീത മുതലായ വിഷയങ്ങളെല്ലാം പഠിച്ചിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. നാം എവിടെയെങ്കിലും തുടങ്ങണമല്ലോ. 1000 മൈൽസ് ജേണി ബിഗിൻസ് വിത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോലെ. അങ്ങനെ ഈ റെസിഡൻസ് അസോസിയേഷനിൽ ഒരു കാര്യം അവർ വിചാരിച്ചാൽ, സത്യം പറഞ്ഞാൽ ഈ വരുന്ന 2 മാസം കൊണ്ട് വേനൽക്കാല അവധി ആ സമയം നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അരമണിക്കൂർ ക്ലാസ്, കൂടുതലൊന്നും വേണ്ട, അരമണിക്കൂർ. എന്താണ് പഠിപ്പിച്ച് തുടങ്ങേണ്ടത്? ആചാര്യനെ കണ്ടെത്തണം. തീർച്ചയായിട്ടും സാധിക്കും. ഈ ആചാര്യനില്ല, ഗുരു ഇല്ല എന്ന് പറയുന്നതൊക്കെ ചുമ്മയാണ്. എല്ലാ സ്ഥലത്തും ഇന്ന് ഒരുപാടുണ്ട്. ഇന്ന് ഗുരുക്കന്മാരാണ് കൂടുതൽ, ശിഷ്യന്മാരില്ല. 1000 ഗുരുക്കന്മാരാണ്. അവനവൻ എല്ലാവരും ഗുരുക്കന്മാരായി കഴിഞ്ഞു, ശിഷ്യനില്ല. ഈ ശാസ്ത്രം പഠിപ്പിക്കണമെങ്കിൽ ശിഷ്യൻ വേണ്ടേ? അതില്ല. ശാസനാത് ത്രായതേ ശാസ്ത്രം പഠിപ്പിക്കാൻ ആളുണ്ട്. ഇന്ന് എല്ലാവരും ഗുരുക്കന്മാരായി കഴിഞ്ഞു. അതുകൊണ്ട് ഗുരുക്കന്മാർ ലഭിക്കുന്നില്ല, ആചാര്യന്മാരില്ല എന്ന് പറയരുത്. ദയവ് ചെയ്ത് എല്ലാ പ്രദേശത്തുമുണ്ട്. അവരടുത്ത് പറഞ്ഞ് ആദ്യം തന്നെ അവരടുത്ത് പറയുക, വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കണം എന്നുള്ളത്. കാരണം അതിനൊരു 2 മാസം നമുക്ക് സമയം ആവശ്യമാണ്. അതിനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കുറേ ദിവസം നമുക്കത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. കുട്ടികൾക്ക് 2 മാസം കൊണ്ട് വിഷ്ണു സഹസ്രനാമം ഹൃദിസ്ഥമാകും. സ്കൂൾ തുറക്കുന്നത് മുതൽ ദിവസവും ഒരാവർത്തി വിഷ്ണു സഹസ്രനാമം വീടുകളിൽ ഇരുന്നു കൊണ്ട് അവർ ജപിക്കും. വീട്ടിലെ അന്തരീക്ഷം മാറും. ആ സമയം TV അണയ്ക്കും. വീടുകളിൽ നാമമന്ത്ര ജപം, പോസിറ്റീവ് എനർജി, അടിപിടി ഉണ്ടാവില്ല. മകൾ ജപിക്കുകയാണ്, മകൻ ജപിക്കുകയാണ്, വഴക്കിൽ ഇടരുതേ എന്ന് ഭാര്യാഭർത്താക്കന്മാർ പറയുകയാണ്, അച്ഛനമ്മമാർ തമ്മിൽ പറയുകയാണ്. ഇതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഈവൻസിനെ മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത് എല്ലാ റെസിഡൻസ് അസോസിയേഷനും നടപ്പിലാക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം എല്ലാവർക്കും ധർമ്മബോധമുണ്ട്. ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ പറ്റും. കാരണം ഒരു കുട്ടി ജപിക്കുന്നു, 20 മിനിറ്റ് വീട്ടിൽ ജപിക്കുന്നു. അമ്മ ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ ഞാനും പഠിച്ചാൽ കൊള്ളാമല്ലോ. അമ്മയും കൂടി ഇരിക്കുകയാണ്. ഈവനിങ് സന്ധ്യാസമയത്ത് ഈ കുട്ടിയും അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു വീട്ടിൽ ജപിക്കുവാൻ തുടങ്ങി. അതിൽ നിന്ന് അപ്പുറത്തെ വീട്ടുകാർ നോക്കുകയാണ്, സന്ധ്യാസമയം ഇവൻ ഇന്ന് കളിക്കാൻ വരുന്നില്ലല്ലോ, ഇത്രയും കാലം കളിച്ചുകൊണ്ടിരുന്നു, അവൻ 6 മണിക്ക് പോവുകയാണ് നാമജപം ജപിക്കുവാനായിട്ട്. അതിനെ കണ്ട് മറ്റൊരു കുട്ടി പഠിക്കുകയാണ്. സംസർഗേ ഗുണദോഷ. അങ്ങനെ കേരളത്തിലുടനീളം ഈ 2 മാസം ആയിരക്കണക്കിനുള്ള ഈ റെസിഡൻസ് അസോസിയേഷൻ വിചാരിച്ചാൽ മാത്രം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ വിഷ്ണു സഹസ്രനാമം ക്ലാസ് വേനൽ അവധിക്കാലത്ത് ഒരു നല്ലൊരു ആചാര്യ മുഖേന. ഇന്ന് എല്ലാവർക്കും സമയമുണ്ട്, അരമണിക്കൂർ. തീർച്ചയായിട്ടും ഈ ഒരു സത്കർമ്മത്തിനായിക്കൊണ്ട്, നല്ല ചിന്തയ്ക്കായിക്കൊണ്ട് ആചാര്യന്മാരെല്ലാം തന്നെ തയ്യാറാവും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഇതേവരും ചിന്തിക്കുക, നടപ്പിലാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.